ഹലോ എവറി വൺ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി SGOUലെ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള നമ്മളുടെ കോഴ്സിൻ്റെ ഇംഗ്ലീഷ് ഫോർ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സബ്ജക്റ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ. സോ ഈ സബ്ജക്റ്റിൽ നമുക്ക് 2 ബ്ലോക്കുകളാണുള്ളത്. അതിലത്തെ ഫസ്റ്റ് ബ്ലോക്കായിട്ടുള്ള ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി ബേസ്ഡ് കമ്മ്യൂണിക്കേഷനിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മളിന്ന് നോക്കുന്നത് കേട്ടോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതിൽ നമുക്ക് ആദ്യം തന്നെ നോക്കാനുള്ളത് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ഓർ ഒപ്പീനിയൻസ് ഓർ നോളജ് ബിറ്റ്വീൻ 2 or more പീപ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുക, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. സോ ഒരു ഐഡിയ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കൊണ്ട് ബേസിക് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഈ പറയുന്ന ആളെയാണ് നമ്മൾ സെൻഡർ എന്ന് പറയുന്നത്. ആരാണോ കേൾക്കുന്നത് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആരാണോ റിസീവ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ എന്ത് പറയുക, റിസീവർ എന്ന് പറയുക. സോ ഇങ്ങനെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിലേക്കോ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു നോളജ്, ഒരു ഇൻഫർമേഷൻ, ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്തെത്തുന്നതിനെയാണ് നമ്മൾ സിംപ്ലി എന്ത് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നമ്മളുടെ ലോകത്ത് നമ്മൾ ഒരിക്കലും ഉണ്ടാവില്ല. ബിക്കോസ് നമ്മൾ ചെയ്യുന്നതെല്ലാം എന്ത് തന്നെയാണ്, കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അപ്പോൾ എന്തായിരിക്കും പ്രോസസ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, എങ്ങനെയായിരിക്കും ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടായിരിക്കുക? സോ എന്ത് ഇൻഫർമേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ആരാണ് ഡിസൈഡ് ചെയ്യുക? സെൻഡർ ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് ആണ് എൻകോഡിങ് എന്ന് പറയുന്നത്. സോ സെൻഡർ ഏത് മെസ്സേജ് ആണോ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ളത് ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു മെസ്സേജിനെ എൻകോഡ് ചെയ്യുന്ന പ്രോസസ്സ്, അതായത് ഇത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് റെഡിയാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻകോഡിങ് എന്ന് പറയുന്നത്. അതായത് അതിനെ വേർഡ്സ് ആയിട്ടോ സിമ്പിൾസ് ആയിട്ടോ അല്ലെങ്കിൽ സിഗ്നൽസ് ആയിട്ടോ ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ഒറിജിനൽ മെസ്സേജിനെ ആ രൂപത്തിലേക്ക് ആക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, എൻകോഡിങ് എന്ന് പറയാം. ദെൻ മൂന്നാമത്തെ ആണ് ചാനൽസ് എന്ന് പറയുന്നത്. ഈ മെസ്സേജ് ഏതിലൂടെയാണോ പാസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ചാനൽസ് എന്ന് പറയുക. നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു ചാനൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇമെയിൽസ്, TV അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തിലൂടെയാണ്, യൂട്യൂബ് വീഡിയോസിലൂടെയാണ്. സോ സോഷ്യൽ മീഡിയാസ് അതൊക്കെ എന്ത് തന്നെയാണ്, ചാനൽസ് ആണ്. സോ ഏതിലൂടെയാണോ ഈ ഒരു ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്നും റിസീവറിലേക്ക് എത്തുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ചാനൽസ് എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് ആണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. സോ ഈ ചാനലിലൂടെ പാസ് ചെയ്യുന്ന മെസ്സേജിനെ റിസീവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഇവിടുന്ന് ഞാൻ പറയുന്ന കാര്യം നിങ്ങളുടെയിലേക്ക് എത്തുന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെ എത്തണമല്ലോ, ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ എത്തണമല്ലോ. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഒരിക്കൽ എൻകോഡ് ചെയ്ത മെസ്സേജിനെ വീണ്ടും അതിൻ്റെ ഒറിജിനൽ ഫോമിലേക്ക് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡീകോഡിംഗ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് ആണ് റിസീവർ എന്ന് പറയുന്നത്. അതായത് ആർക്കാണോ നമ്മൾ ഈ മെസ്സേജ് അയക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ഈ ഒരു മെസ്സേജ് റിസീവ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ എന്ത് പറയുക, റിസീവർ എന്ന് പറയുന്നത്. സോ റിസീവർക്ക് ഈ കിട്ടുന്ന ഇൻഫർമേഷൻ അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഹോൾ കമ്മ്യൂണിക്കേഷൻ്റെ തന്നെ പോയിന്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഈ പറയുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് അല്ല എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, സോ ഈ റിസീവർക്ക് നമ്മൾ ഈ സെൻഡർ അയക്കുന്ന മെസ്സേജ് ചാനലിലൂടെ എൻകോഡ് ചെയ്ത് അയച്ച് അവിടെ ഡീകോഡ് ചെയ്ത് എത്തി കിട്ടിയിട്ടുള്ള മെസ്സേജ് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് ആണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അതായത് റിസീവർക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ് കറക്റ്റ് ആയിട്ടല്ലേ പ്രോപ്പർ ആയിട്ടല്ലേ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് സെൻഡർക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലൊക്കെ ഫേസ് ടു ഫേസ് ഉള്ള കോൺവെർസേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊച്ചുങ്ങൾ അവിടെ നിന്ന് തലയാട്ടണം, അല്ലെങ്കിൽ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി എന്ന് പറയണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ, നമ്മൾ ഈ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയുള്ളൂ. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. സോ ഫീഡ്ബാക്ക് ഇല്ലാതെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നമ്മളുടെ കംപ്ലീറ്റ് ആവില്ല. നമ്മൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറയുന്നു, അവരത് കേൾക്കുന്നു എന്നുള്ളത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവില്ല. നമ്മൾ ഈ പറയുന്നത് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കും കൂടെ മനസ്സിലായാൽ മാത്രമാണ് ഫീഡ്ബാക്ക് അവിടെ നടക്കുന്നുള്ളൂ. സോ അങ്ങനെയാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു കാര്യമാണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഏത് കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്നുള്ളത് ആ ഹോൾ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഈ മെസ്സേജ് നമ്മൾ കൺവേ ചെയ്യുന്നത്, എങ്ങനെ അത് ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെടുന്നു, എങ്ങനെയാണ് അത് റിസീവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു സാഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ സാഡാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എത്രത്തോളം ഇവിടെ ഇരുന്ന് പറഞ്ഞാലും നിങ്ങളുടെ തലയിലേക്ക് അത് കയറണമെന്നില്ല. ബിക്കോസ് നമ്മളുടെ കോണ്ടെക്സ്റ്റുകൾ ഡിഫറെൻ്റ് ആണ്. സോ നമ്മൾ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്
സമയത്ത് അതിൻ്റേതായിട്ടുള്ള കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ദെൻ നെക്സ്റ്റ് ആണ് നോയ്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ ബാരിയേഴ്സ് ഒക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സൗണ്ടുള്ള ബഹളമുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും അത് പല വേർഡ്സും നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്ത് ആ സൗണ്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള നോയ്സുകളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം പൊതുവേ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് നടക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കോൾ ചെയ്യുകയാണെന്ന് വിചാരിക്കും, ഭയങ്കര ബഹളത്തിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റുള്ള പേഴ്സണ് സ്വാഭാവികമായിട്ടും ഒന്നും കേൾക്കില്ല. സോ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്താവില്ല, എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാവില്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് മെയിനായിട്ട് 2 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണുള്ളത്, വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും. നമ്മൾ വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. വേർഡ്സ് യൂസ് ചെയ്യാതെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, സോ വേർഡ്സ് യൂസ് ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ സംസാരിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എഴുതിയിട്ട് ചെയ്യാം. അങ്ങനെയുള്ള ഓറലും റിട്ടണും നമ്മൾ സംസാരിച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എഴുതിയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ലെറ്റർ എഴുതുകയാണ്, അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്, അങ്ങനെയൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ കമ്മ്യൂണിക്കേഷനുമാണ്. ഓക്കെ, സോ ഇത് രണ്ടും ഏതിൽ വരുന്നതാണ്, വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. ഇനിയിപ്പോൾ വേർഡ്സ് യൂസ് ചെയ്യാതെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. അതിൽ മെയിനായിട്ട് എന്താ വരിക, നമ്മളുടെ ബോഡി ലാംഗ്വേജസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വരിക. അതായത് നമ്മൾ ആക്ഷൻസിലൂടെയാണ് കാണിക്കുന്നത്. വേർഡ്സ് യൂസ് ചെയ്യാതെ നമ്മൾ ആക്ഷൻസിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആക്ഷൻസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം തന്നെ ആക്ഷൻസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ആക്ഷൻസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമ്മുടെ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്ത് മനസ്സിലാക്കുന്നു. നമ്മൾ ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ തലയാട്ടിയാലും മനസ്സിലായി എന്നാണ് അർത്ഥം വരുന്നത് എന്നുണ്ടെങ്കിൽ അതങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെടുന്നത്. സോ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരിക, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരിക. അതുപോലെ നമ്മൾ ചിരിക്കുന്നു അല്ലെങ്കിൽ കരയുന്നു, നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പോയി പറയണോ, വേർഡ് യൂസ് ചെയ്തിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. സോ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെയും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെയും ഡിഫറൻസസ്? ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് ഓറലോ റിട്ടണോ ആണെന്നുണ്ടെങ്കിൽ വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ്, വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ബോഡി ലാംഗ്വേജ്, നമ്മളുടെ വോയിസിൻ്റെ ടോണ്, ജസ്റ്റേഴ്സ്, നമ്മളുടെ പോസ്ചർ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പോൾ നമുക്ക് നമ്മളുടെ ദേഷ്യമൊക്കെ നമ്മളുടെ സൗണ്ടിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും, നമ്മളുടെ ടോണിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന രീതി കൊണ്ട് കുറേയധികം കാര്യങ്ങൾ, അല്ലെങ്കിൽ ബോഡി പോസ്ചർ, അല്ലെങ്കിൽ ഹാൻഡ് മൂവ്മെൻറ്റ്സ്, നമ്മളുടെ തലയാട്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മൾ കരയുന്നത്, ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാലൊക്കെ നമ്മുടെ മുഖത്തൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ലേ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പറയാതെ വേർഡ്സ് യൂസ് ചെയ്യാതെ തന്നെ ഉള്ള കമ്മ്യൂണിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം നമ്മൾ വേർഡ്സ് യൂസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് റെക്കോർഡ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇമെയിൽ, ടെക്സ്റ്റിംഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത്, അങ്ങനെയുള്ള ചാനൽസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനും ഈസിയാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഇങ്ങനെ കൈ കാണിക്കണം എന്നുള്ളത് ഞാൻ മുന്നേ പ്ലാൻ ചെയ്തിട്ട് വരുന്നതല്ലോ, അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വെർബലിനെ കമ്പയർ ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫാക്ട്സ്, ഐഡിയാസ്, ഇൻസ്ട്രക്ഷൻസ്, നോളജ് അങ്ങനെയുള്ളതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നമ്മളുടെ ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ്സ്, സോഷ്യൽ ക്യൂസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കുറച്ചുകൂടെ യൂസ് ചെയ്യുക. നമ്മളുടെ ലോജിക്കൽ ആർഗ്യുമെൻറ്റ്സിലൂടെയൊക്കെ മറ്റൊരാളെ പെർസ്വേഡ് ചെയ്യുക, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ചുകൂടെ ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡെലിവർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്താനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു, നമ്മൾ സെൻഡ് ബട്ടൺ അടിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്കത് വരുത്തിയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കൈ കാണിക്കണം എന്ന് ഞാൻ മുന്നേ പ്രിപ്പയർ ചെയ്തിട്ടല്ലല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അയ്യോ ഇത് മാറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ അങ്ങനെയുള്ള ചേഞ്ചസ് വരുത്താൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബിക്കോസ്
ബിക്കോസ് അത് കുറച്ചുകൂടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നോയ്സ് എന്നുള്ളത് ഒരു ബാരിയർ ആയിട്ട് വരാറുണ്ട്. ബിക്കോസ് നമ്മൾ സ്പോക്കൺ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നോയ്സ് ഉള്ള ഒരു എൻവയോൺമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ അത് ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ കുറച്ചുകൂടെ നോയ്സിൻ്റെ ഇഷ്യൂസ് ഒന്നും അധികം വരാൻ സാധ്യതയില്ല, ബിക്കോസ് നമ്മൾ സ്പോക്കൺ വേർഡ്സ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട്. വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കുറച്ചുകൂടെ റിമോട്ട് ഏരിയാസിലേക്കും കൂടെ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. കാരണം നമ്മളുടെ ടെക്നോളജീസൊക്കെ ഡെവലപ്പായി വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എത്ര റിമോട്ട് ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ കോൾസിലൂടെയോ അല്ലെങ്കിൽ മെയിലിലൂടെയോ ഒക്കെ നമുക്ക് റീച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ കുറച്ചുകൂടെ ടെക്നോളജിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അതേപോലെ ഫിസിക്കൽ പ്രസൻസിൻ്റെ നീഡ്, അങ്ങനെയുള്ള കാര്യമൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ കുറച്ച് കൂടുതലായിട്ട് ആവശ്യമുണ്ട്. വെർബൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒരു ബിസിനസ് മീറ്റിങ്ങിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും സംസാരിക്കുന്നുണ്ടായിരിക്കുക? ഫോർമലി ആയിരിക്കും സംസാരിക്കുന്നുണ്ടായിരിക്കുക. നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലോ കുറച്ചുകൂടെ ഇൻഫോർമലായിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടായിരിക്കുക. സോ ആ രീതിയിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഫോർമലിയും യൂസ് ചെയ്യാറുണ്ട്, ഇൻഫോർമലിയും യൂസ് ചെയ്യാറുണ്ട്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് നമ്മുടെ ഇമോഷൻസ് ഒക്കെ കുറച്ചുകൂടെ കാണിക്കാനുള്ളത് കൊണ്ട് തന്നെ ഇൻഫോർമലായിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ലാസ്റ്റുള്ള ഫീഡ്ബാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നോൺ വെർബൽ ക്യൂസ് ആണ് നമുക്ക് റെസ്പോൺസ് ആയിട്ട് കിട്ടാറുള്ളത്. വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ലേൺ ചെയ്യുന്നത് ഫോർമലായിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫോർമൽ ലേണിംഗ്, നമ്മളുടെ ട്രെയിനിങ്, പ്രാക്ടീസ് അങ്ങനെയൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ വെർബൽ കമ്മ്യൂണിക്കേഷനെ നമ്മൾ പഠിക്കുന്നത്. അത് കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കറക്റ്റായിട്ട് പഠിപ്പിച്ച് അങ്ങനെയാണ് അവർ സ്പീക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പഠിക്കുന്നത്. ഓക്കെ, എഴുതാനും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോർമലി എഡ്യൂക്കേഷനായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒബ്സർവേഷൻ, എക്സ്പീരിയൻസ്, കൾച്ചറൽ എക്സ്പോഷർ ഒക്കെ കൊണ്ടാണ് വരുന്നത്. അതായത് ചെറിയൊരു കുട്ടിക്ക് ഇങ്ങനെ തലയാട്ടുന്നത് വേണമെന്നും ഇങ്ങനെ തലയാട്ടുന്നത് വേണ്ടാന്നും ആണ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ആ കുട്ടി കണ്ട് കാരണം അമ്മയച്ഛനൊക്കെ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യുന്നു എന്നുള്ള രീതിക്ക് കണ്ട് ആ കൊച്ചു പഠിക്കുന്നതാണ്. സോ ആ രീതിയിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ഒബ്സർവേഷനിലൂടെയും എക്സ്പീരിയൻസിലൂടെയും ഒക്കെയാണ് പഠിക്കുന്നത്. സോ ഇത്രയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെയും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും ഗോയിങ് ഇൻ ഹാൻഡ് എന്നാണ് നമ്മൾ പറയാറ്. അതായത് രണ്ടും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഏതെങ്കിലും ഒന്ന് മതി മറ്റത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാൻ നമുക്ക് പറ്റില്ല. രണ്ടും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് രണ്ടിൻ്റെയും ഒരു മിക്സ് ആയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുള്ളത്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യാറുള്ളത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ആണ്. കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരു പാസ്വേ അല്ലെങ്കിൽ മീഡിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ചാനൽസ് എന്ന് പറയാം. ചാനൽസ് നമുക്ക് ഡിഫറെൻറ്റ് സെൻസസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഓഡിറ്ററി ആയിട്ട് യൂസ് ചെയ്യാം, അതായത് ഹിയറിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. വിഷ്വലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, കാരണം നമ്മുടെ സൈറ്റിലൂടെ നമുക്ക് ചാനൽസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ടാക്ടൈൽ എന്ന് പറയുന്നത് നമ്മുടെ ടച്ചിൻ്റെ സെൻസിലൂടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഓൾ ഫാക്ടറി, അതായത് സ്മെല്ലിൻ്റെ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ പലതരത്തിലുള്ള ചാനൽസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഉണ്ട്. നമ്മുടെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, ഇമെയിൽസ്, മൊബൈൽസ് യൂസ് ചെയ്ത് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയാസ് ചെയ്യുന്നത്, ടെലിവിഷൻസ്, ബ്രോഡ്കാസ്റ്റ്, വിഷ്വൽ മീഡിയാസ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യുന്നത്, വീഡിയോ കോൺഫറൻസിങ് ചെയ്യുന്നത്, അങ്ങനെ പല തരത്തിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് വെർബലും ആവാം, നോൺ വെർബലും ആവാം. ഓക്കെ, വെർബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യുന്നത്, നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് അങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്യാതെ നമ്മൾ ചെയ്യുന്നത്. സോ ആപ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ വളരെ കുറച്ച് പേരെയുള്ളൂ നമുക്ക് ഫിസിക്കലി റീച്ച് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഓപ്റ്റ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റില്ല, അത്രയും ദൂരത്താണ് ഒരാൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഞാൻ ഫേസ് ടു ഫേസേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് ഇരിക്കാനായിട്ട് പറ്റില്ല. സോ അങ്ങനെ ആവുന്ന സമയം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു മീഡിയം യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെ ഇപ്പോൾ കുറേ നോയ്സ് ഉണ്ട് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സൗണ്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ടായിരിക്കുന്ന ഒരാൾ എന്നോട് കാര്യം ചോദിച്ചു കഴിഞ്ഞു, ഞാനൊരു കാര്യം പറയാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതെ ഓക്കെ ആണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഞാനിത് എത്ര ഒച്ചത്തിൽ നിലവിളിച്ചിട്ട് പറഞ്ഞാലും അവർക്ക് കേൾക്കില്ല എന്നാണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ തലയാട്ടിയാൽ മതി. ഓക്കെ, എനിക്ക് മനസ്സിലായി, ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മതി. അപ്പോൾ അവർ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. സോ ആ രീതിയിൽ നമ്മളുടെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ആ സമയത്തെ കോണ്ടെക്സ്റ്റ് എന്താണ്, നമ്മളുടെ സിറ്റുവേഷൻ എന്താണ്, എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യാൻ, പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്താണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ. കമ്മ്യൂണിക്കേഷൻ ചാനൽ നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായിട്ട് നടക്കുള്ളൂ.
എത്രയൊക്കെ ആപ്റ്റായിട്ട് നമ്മളുടെ സെൻഡർ ഈ ഒരു ഇൻഫർമേഷൻ എൻകോഡ് ചെയ്ത് കറക്റ്റായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്നുണ്ടെങ്കിലും റിസീവറും ഭയങ്കര ശ്രദ്ധയോടെയാണ് ഇരിക്കുന്നത് ഇത് ഡീകോഡ് ചെയ്ത് എത്തിക്കാൻ എന്നൊക്കെയാണെന്നുണ്ടെങ്കിലും ചാനൽ പ്രോപ്പർ അല്ല നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് മെസ്സേജ് എത്തുന്ന പാത്വേ ശരിയല്ല നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവില്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഓഡിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ ഒരു പേഴ്സണോടല്ല ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനോടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓഡിയൻസിനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അവരുടെ ഏജ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, അവർക്ക് ഏത് ലാംഗ്വേജ് ആണ് കംഫർട്ടബിൾ, അവരുടെ നോളജ് ലെവൽ എങ്ങനെയാണ് നിൽക്കുന്നത്, അവരുടെ ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്സ്, അവരുടെ ഒപ്പീനിയൻസ് എങ്ങനെയാണ്, അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് വേണം നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ LKG കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ നമുക്ക് ഒരിക്കലും ഡിഗ്രി ലെവൽ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു ലെവലിലായിരിക്കും നമ്മൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കുക. അതേപോലെ തന്നെ നമ്മളിപ്പം ഇംഗ്ലീഷ് അറിയാത്ത ഒരാളുടെ ഫ്രണ്ടിൽ പോയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഘോരം പ്രസംഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവർക്കറിയില്ല. അതേപോലെ ഞാൻ കുറേ ടെക്നിക്കൽ ആയിട്ടുള്ള കുറേ ടേംസ് ഞാൻ പറയുകയാണെന്ന് വിചാരിക്കൂ. നിങ്ങൾക്ക് ആ ടെക്നിക്കൽ ടേംസ് അറിയാത്ത ഒരു പേഴ്സണിൻ്റെ ഫ്രണ്ടിൽ പോയി ഇരുന്നിട്ടാണ് ഞാനിങ്ങനെ ഭയങ്കര വലിയ കാര്യമായിട്ടുള്ള ടെക്നിക്കൽ ടേംസ് ഒക്കെ വെച്ച് പറയുന്നത് എന്നുണ്ടെങ്കിൽ അവർക്കൊരു കുന്തവും മനസ്സിലാവില്ല. സോ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതൊന്നും എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ല. ചുമ്മാ ഈ സെൻറ്റർ കുറേ കാര്യങ്ങൾ പറയുന്നു, റിസീവർ എന്തൊക്കെയോ കേൾക്കുന്നു എന്നല്ലാതെ അവിടെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് റിസീവറുടെ ഭാഗത്ത് ആരാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഓഡിയൻസ് ആരോടാണോ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്, അവരുടെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട്. ഏതൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്, ഏതിനൊക്കെ എക്സ്പ്ലനേഷൻ കൂടുതൽ വേണം. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറയുന്നതിൽ ഇങ്ങനെ സെൻഡർ റിസീവർ മെസ്സേജ് ഡീകോഡിങ് എൻകോഡിങ് എന്നൊക്കെ പറഞ്ഞു പോയാൽ മതി. ഇത് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നേയും പഠിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളത് എളുപ്പത്തിൽ മനസ്സിലാവും. അങ്ങനെ അല്ലാത്തൊരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം മുതൽ എന്താണ് ഇൻഫർമേഷൻ, ഞാനിപ്പോൾ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞു, എന്താ ഇൻഫർമേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു, എന്താ ഇൻഫർമേഷൻ അറിയില്ല എന്ന് പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാവില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എങ്ങനെ ഏതൊക്കെ പോയിന്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന എന്ത് നോക്കിയിട്ടായിരിക്കണം, ഈ ഓഡിയൻസിനെ നോക്കിയിട്ടായിരിക്കണം. അതുപോലെ തന്നെ ഏത് ലാംഗ്വേജ് നമ്മൾ ചൂസ് ചെയ്യണം, അവർക്ക് അറിയുന്ന ലാംഗ്വേജിൽ വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. അല്ലാതെ അവർക്ക് അറിയാത്തൊരു ലാംഗ്വേജിൽ പോയിട്ട് നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ അതുകൊണ്ട് ഏത് ലാംഗ്വേജ് നമ്മൾ ചൂസ് ചെയ്യണം, എങ്ങനത്തെ ടോണാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നത് ഓഡിയൻസ് അനാലിസിസ് വെച്ചിട്ടാണ്. അതുപോലെ ഏത് കമ്മ്യൂണിക്കേഷൻ ചാനലാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, അവരിലേക്ക് എത്താൻ നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിരിക്കും ഏത് കമ്മ്യൂണിക്കേഷൻ ചാനലായിരിക്കും എന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ എങ്ങനെ ഈ ഒരു ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത് നോക്കുക. ചെറിയ കുട്ടികളുടെ ക്ലാസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആക്ഷൻ സോങ്സ് ഒക്കെ പോലെയാണ് നമ്മൾ അവരെ പഠിപ്പിക്കാറുള്ളത്. ഡിഗ്രി സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഇരുന്ന് ആക്ഷൻ സോങ് കളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എനിക്കിങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. സോ വേ ഓഫ് പ്രസൻറ്റേഷൻ എങ്ങനെ ചെയ്താലാണ് അവർക്ക് കുറച്ചുകൂടെ അവരുടെ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ള കാര്യമൊക്കെ നോക്കിയിട്ട് വേണം ഇത് നമ്മൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. സോ കമ്മ്യൂണിക്കേഷനിൽ ഈ ഒരു മെസ്സേജ് നമ്മൾ ഡെലിവർ ചെയ്യേണ്ടത് ഓഡിയൻസിനെ അനലൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇത് റിസീവ് ചെയ്യുന്ന ആൾക്കാരെ അനലൈസ് ചെയ്തിട്ട് വേണം. എന്നാലേ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻ്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻ്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ബിറ്റ്വീൻ 2 or more പേഴ്സൺസ്, അല്ലെങ്കിൽ നോളജോ ഇൻഫർമേഷനോ ഐഡിയാസോ ഒപ്പീനിയൻസോ എന്തെങ്കിലും 2 or more പേഴ്സൺസിൻ്റെ ഇടയിൽ ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ഈ 2 or more പേഴ്സൺസ് അല്ലെങ്കിൽ ഈ സെൻഡറും റിസീവറും ഡിഫറെൻറ്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻ്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. സോ ഇങ്ങനെ ഇൻ്റർ കൾച്ചറൽ ആവുന്ന സമയത്ത് അവരുടെ ഒപ്പീനിയൻസ്, ബിലീഫ്സ്, അവരുടെ ലാംഗ്വേജ്, അവർ അപ്ബ്രിങ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, ആറ്റിറ്റ്യൂഡ്സ്, കസ്റ്റംസ്, ബിഹേവിയർ, അങ്ങനെയുള്ളതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഡിഫറെൻറ്റ് കൾച്ചർ ആവുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ചില കൾച്ചേഴ്സിലൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുണ്ട്. അവർക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻസിലും ടോണിലും ഒക്കെ ഭയങ്കരമായിട്ട് അവർ ശ്രദ്ധിക്കുന്ന കുറച്ച് കൾച്ചേഴ്സ് ഉണ്ട്. ബാക്കിയുള്ളതിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ചിലവർ ഇങ്ങനെ ആക്കാറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ
എസ് എന്ന് തന്നെയാണ് മീനിങ്. ചിലർക്കത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. നമ്മളുടെ തന്നെ നാട്ടിലുള്ള പലതരത്തിലുള്ള തലയാട്ടലുകളാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ചിലർക്ക് കുറച്ചുകൂടെ സൗണ്ട് ഒച്ചത്തിൽ സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതാണ് എന്ന് ധാരണയുള്ള പേഴ്സൺസ് ഉണ്ടായിരിക്കാം, അങ്ങനെ അല്ലാത്ത പേഴ്സൺസ് ഉണ്ടായിരിക്കാം. സോ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചില ടേംസ് ഒക്കെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സിലെ ഡിഫറെൻറ്റ് മീനിങ്സിലാണ് വരിക. സോ അങ്ങനെയുള്ളതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. സോ ഏത് കൾച്ചറിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രോപ്പർ ധാരണ നമുക്കുണ്ടായിരിക്കണം. അവർക്ക് ഓക്കെ ആയിട്ടുള്ള ലാംഗ്വേജസും ടേംസും ബോഡി ലാംഗ്വേജും ഒക്കെ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ദെൻ നെക്സ്റ്റ് ടേമാണ് ഇൻക്ലൂസീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ടേംസ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് ജനറലി ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ അസംഷൻസ് ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്ത് കുറച്ചുകൂടെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ ചൂസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷനിൽ കുറച്ചുകൂടെ എഫക്റ്റീവ്നെസ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ടേംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. ഹി, ഷീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ദേ, ദെം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്നൊക്കെ പറയുന്നത് അവൾ, അവൻ എന്നൊക്കെ പറയുന്നതിനേക്കാൾ ബെറ്റർ അല്ലേ അവർ എന്നുള്ളത് ഒറ്റയടിക്ക് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ പറയാൻ നിൽക്കുന്നില്ല. കുറച്ചുകൂടെ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ടേംസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ. അതേപോലെ അബ്ലീസ്റ്റ് ലാംഗ്വേജ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതായത് ഡിസേബിൾഡ് പേഴ്സൺ എന്നൊക്കെ പറയുന്നതിന് പകരം പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്നൊക്കെ കുറച്ചുകൂടെ എന്താ പറയുക, അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്യുക. അതേപോലെ റേസിസ്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജുകളെല്ലാം അല്ലെങ്കിൽ ടേംസുകളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുക. കൾച്ചറൽ സ്റ്റീരിയോടിപ്പിക്കൽ ഡയലോഗ്സ് ഒക്കെ ഉണ്ടാവും, ചില ടേംസുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ചുകൂടെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ടേംസ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. ഓൾഡർലി പേഴ്സൺസ് എന്നൊക്കെ പറയുന്നതിന് പകരം സീനിയേഴ്സ് അല്ലെങ്കിൽ എൽഡർ പേഴ്സൺസ് എന്നുള്ള രീതിയിലുള്ള ടേംസ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. എക്കണോമിക് ആൻഡ് സോഷ്യൽ ക്ലാസ് ഡിഫറൻസസ് ഒക്കെ വരുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ടേമുകൾ നമ്മൾ യൂസ് ചെയ്യാം. സോ ഇങ്ങനെ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേകിച്ച് പോയിന്റ് ഔട്ട് ചെയ്യാത്ത തരത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുവാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻക്ലൂസീവ് ആയിട്ടുള്ള ടേംസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിനിടയിൽ തടസ്സങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. ആ തടസ്സങ്ങളെയാണ് നമ്മൾ എന്ത് ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബാരിയേഴ്സ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സെൻഡറിൽ നിന്നും ചാനലിലൂടെ റിസീവറിലേക്ക് എത്തുന്നതിനിടയിൽ കുറേയധികം ബാരിയേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ തടസ്സങ്ങൾ ആ ഒരു കമ്മ്യൂണിക്കേഷനെ എഫക്റ്റീവ് അല്ലാതാക്കാനുള്ള കുറേയധികം തടസ്സങ്ങൾ ഉണ്ടാവാം. ആ തടസ്സങ്ങളെയാണ് നമ്മൾ ബാരിയേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഏതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്നുള്ളത് നോക്കിയാലോ. ആദ്യത്തെയാണ് ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുന്നത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ വല്ല ജപ്പാനീസിലോ കൊറിയനിലോ അങ്ങനെ നിങ്ങൾക്കറിയാത്ത, അത് നിങ്ങൾക്കറിയും എന്നാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്കറിയാത്ത ഏതെങ്കിലും ഒരു ഭാഷയിലാണ് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വിത്തൗട്ട് സബ് ടൈറ്റിൽസ്, ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ലല്ലോ. സോ അതിനാണ് ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുന്നത്. സെൻഡറും റിസീവറും ഡിഫറെൻറ്റ് ലാംഗ്വേജസിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, ലാംഗ്വേജ് ബാരിയർ ഉണ്ടാവും. അല്ലെങ്കിൽ ചില വേർഡ്സിനൊക്കെ ഡിഫറെൻറ്റ് മീനിങ് ഉണ്ടാവും, ചില ഫ്രേസസിനൊക്കെ ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുക. സോ അങ്ങനെയുള്ളതും ലാംഗ്വേജ് ബാരിയർ തന്നെയാണ്. ഇപ്പം വല്ല കണ്ണൂർ ഭാഷയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവണമെന്നില്ല. കണ്ണൂരുകാർക്ക് മനസ്സിലാവും, അതല്ലാതെ ഇപ്പം എന്നെ പോലെ പാലക്കാടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. സോ അങ്ങനെയുള്ളതെല്ലാം ലാംഗ്വേജ് ബാരിയേഴ്സിൽ തന്നെ വരുന്നതാണ്. ഇപ്പം വേറൊരു നാട്ടിൽ ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളയുക എന്നാണ് എന്നുള്ളത് ഞാൻ റീസെൻ്റ്ലി ആണ് മനസ്സിലാക്കിയത്. ഞങ്ങളുടെ അവിടെയൊക്കെ ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ജമ്പ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്, മറ്റുള്ളവിടെ കളയുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. സോ ഒരൊറ്റ ടേമാണ് ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ എത്തുന്ന സമയത്ത് അതിന് ഡിഫറെൻറ്റ് മീനിങ് ആണ് വരുന്നത്. സോ ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, ലാംഗ്വേജ് ബാരിയറിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആണ് കൾച്ചറൽ ബാരിയർ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ആവുന്ന സമയത്ത് ഇതേപോലുള്ള ബാരിയേഴ്സ് അവിടെയും വരാറുണ്ട്. അതായത് ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൽ ഡിഫറെൻറ്റ് ബോഡി ലാംഗ്വേജസ് ആയിരിക്കും, ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും ഓരോ ജസ്റ്റേഴ്സിനും ഓരോ ബോഡി ലാംഗ്വേജിനും ഒക്കെ വരുന്നുണ്ടായിരിക്കുക. സോ അങ്ങനെ ആവുന്ന സമയത്ത് ഇവിടെ കൾച്ചറൽ ബാരിയേഴ്സ് വരാനുള്ള സാധ്യതകളുണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഭയങ്കരമായിട്ടുള്ള ഒച്ച വരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ എക്യുപ്മെൻറ്റ് കേടാവാം, അതൊക്കെ ഫിസിക്കൽ ബാരിയർ ആണ്. ഇപ്പോൾ നമ്മൾ കാര്യമായിട്ടിരുന്ന് ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ ആളുടെ സ്പീക്കർ പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ കേൾക്കുന്നില്ല, മൈക്രോഫോൺ കേടാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എത്ര ഹലോ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, അപ്പുറത്ത് കേൾക്കില്ലല്ലോ. സോ അങ്ങനെയുള്ള ഫിസിക്കൽ നമ്മളുടെ എക്യുപ്മെൻറ്റ് കേടാണ്, അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും നോയ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്
ഡിസ്റ്റൻസ് കൂടുതലാണ്. ഇപ്പം അങ്ങെങ്ങാണ്ട് ദൂരെ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ അടുത്ത് ഞാൻ ഇവിടുന്ന് മൈക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് ഞാനിങ്ങനെ ഇവിടെ നിന്ന് നിലവിളിച്ചിങ്ങനെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ കേൾക്കണമെന്നില്ല, അല്ലെങ്കിൽ പകുതിയെ കേട്ടിട്ടുണ്ടാവുള്ളൂ. ഇവിടുന്ന് പറയുന്നത് അവിടേക്ക് മനസ്സിലാവണമെന്നില്ല. പിന്നെ കമ്പിളിപ്പൊതുപ്പ് എന്നായിരിക്കും കേൾക്കുന്നുണ്ടായിരിക്കുക. സോ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരുന്നത് ഫിസിക്കൽ ബാരിയേഴ്സിലാണ്. ദെൻ നെക്സ്റ്റ് ആണ് ഇമോഷണൽ ബാരിയർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന പേഴ്സൺ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഭയങ്കര സാഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, അവരുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം എഫക്റ്റീവായിട്ട് അവർക്ക് കിട്ടണം എന്നില്ല. അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഭയങ്കര പേടിച്ചിട്ടൊക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാൻ വന്നതിൻ്റെ പകുതി വിഴുങ്ങിയിട്ടായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. അത് അതേപോലെ തന്നെ ഓപ്പോസിറ്റുള്ള പേഴ്സണ് മനസ്സിലാവണം എന്നുമില്ല. സോ ഇങ്ങനെയുള്ള ഇമോഷൻസ്, സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും ഇമോഷൻസ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയർ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് ബാരിയർ ആണ് പെർസെപ്ച്വൽ ബാരിയർ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു പെർസെപ്ഷൻ ഉണ്ടാവുമല്ലോ ഒരു പേഴ്സണെ കുറിച്ച്. അതായത് നമ്മൾ അവരെ അറിയുന്നതിന് മുന്നേ അല്ലെങ്കിൽ കാണുന്നതിന് മുന്നേ ഇവരിങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ധാരണ നമ്മളുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ധാരണേനെയാണ്, നമ്മൾ മുൻധാരണേനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള പെർസെപ്ഷണൽ ബാരിയേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഒരു ടീച്ചറെ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കൂ. ഈ മിസ്സിനെ എനിക്കിഷ്ടമല്ല, ഈ മിസ്സ് ഭയങ്കര ജാടയാണ്, അങ്ങനെയൊക്കെ അഹങ്കാരമാണ്, അത്രയൊന്നും ഇഷ്ടമായില്ല എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയൊക്കെ നന്നായി ആ മിസ്സ് പഠിപ്പിച്ചാലും നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ടായിരിക്കുക ആ ഒരു മുൻധാരണ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രത്തോളം എഫക്റ്റീവായിട്ട് അത് തോന്നണമെന്നില്ല. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ചില ബിലീഫുകൾ, നമ്മളുടെ ഒപ്പീനിയൻസ്, അതൊക്കെ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ നമുക്ക് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് ആണ് ആറ്റിറ്റ്യൂഡിനൽ ബാരിയർ എന്ന് പറയുന്നത്. നമ്മളുടെയോ റിസീവറിൻ്റെയോ ആറ്റിറ്റ്യൂഡ് ഇതിന് ബാധകമാണ്. നിങ്ങൾക്കൊരു പേഴ്സണെ ഇഷ്ടമല്ല എന്ന് വിചാരിക്കും, എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ആ പേഴ്സണെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കൂ? ഇല്ല, അവർ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിക്ക് നമ്മൾ വിടുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ ഒപ്പീനിയൻ അവരെക്കുറിച്ച് ഭയങ്കര മോശമാണ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് മോശമാണ് എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അവരെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ സെൻഡറിൻ്റെയോ റിസീവറിൻ്റെയോ ആരുടെയെങ്കിലും ഒരാളുടെ ആറ്റിറ്റ്യൂഡ് കാരണം നമ്മൾ കുറച്ചുകൂടെ ക്ലോസ് മൈൻഡഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഓപ്പൺ മൈൻഡഡ് അല്ല എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ അഫക്റ്റ് ചെയ്യുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആണ് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള മൈൻഡുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ ബിലീഫ്സ് അതൊന്നും മാറില്ല. സോ അങ്ങനെ ആവുന്ന സമയത്ത് എന്തെങ്കിലും പുതിയൊരു കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവരത് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും റെഡി ആവില്ല. സോ അങ്ങനെയുള്ളതൊക്കെ നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ബാരിയർ തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ആണ് പ്രെജുഡൈസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രെജുഡൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റുള്ള പേഴ്സൺ എത്രയൊക്കെ കാര്യം നമ്മൾ പറഞ്ഞാലും നമ്മൾ അവരെ നമ്മളുടേതായിട്ടുള്ള വ്യൂ പോയിന്റിൽ മാത്രമേ നമ്മൾ കാണുള്ളൂ. നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാനും ഓപ്പൺ ആയിട്ട് ലിസൺ ചെയ്യാതിരിക്കാനും ഒക്കെ ഇത് പ്രെജുഡൈസ് കാരണമാവും. സോ ഇതും ഒരു ബാരിയറാണ്. ദെൻ നെക്സ്റ്റ് ആണ് ബിഹേവിയറൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ക്ലാസ് എടുക്കാൻ നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ കുട്ടികൾ ആരും ശ്രദ്ധിക്കുന്നില്ല, ഭയങ്കര ഇൻഅറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. നമ്മൾ ഈ മനസ്സിലായോ എന്ന് 10 തവണ ചോദിച്ചാലും അവരൊന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയാൻ വന്നതിൻ്റെ പകുതിയെ ചിലപ്പോൾ നമ്മളവിടെ പറയുള്ളൂ. കുറച്ച് ഡാറ്റൻറ്റീവ്നെസ് കുറവാണ്, അവരുടെ ബിഹേവിയർ നമ്മളോടുള്ളത് ഭയങ്കര റൂഡാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാൻ വന്ന കാര്യം മുഴുവനായിട്ട് എഫക്റ്റീവായിട്ട് നമ്മൾ പറയാൻ വന്ന മുഴുവൻ കാര്യങ്ങളും പറയുമോ? ഇല്ല. സോ അങ്ങനെ അവിടെ കമ്മ്യൂണിക്കേഷൻ ഇൻറ്ററപ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ജെൻഡർ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. മെയിൽ ഫീമെയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജെൻഡർ ബാരിയേഴ്സ് വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് കേപ്പബിലിറ്റി, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്ന രീതി ഒക്കെ ഡിഫറെൻ്റ് ആവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ തിങ്കിങ് രീതി ഡിഫറെൻ്റ് ആവുന്നത് കൊണ്ട്, അവരുടെ ലോജിക്കൽ ആൻഡ് ഇമോഷണൽ സൈഡ്സ് ഡിഫറെൻ്റ് ആവുന്നത് കൊണ്ട് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലാതെ മിസ് ഇൻ്റർപ്രിട്ടേഷനൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ദെൻ നെക്സ്റ്റ് ആണ് ടെക്നോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാരിയറാണ്. അതായത് നെറ്റില്ല, റേഞ്ച് ഇല്ല, അല്ലെങ്കിൽ ഇമെയിൽ സെൻഡ് ആയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അതൊക്കെ ടെക്നോളജിക്കൽ ബാരിയറാണ്. ഫോൺ കേടുവന്നു, ലാപ്ടോപ്പ് കേടുവന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചു, നമ്മളിങ്ങനെ വിളിക്കുന്ന സമയത്ത് നെറ്റ് കട്ടായി പോയി, വീഡിയോ കോൺഫറൻസിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് ബഫറിങ് സംഭവിക്കുന്നു, ബിക്കോസ് എന്തില്ല, നെറ്റില്ല, റേഞ്ച് ഇല്ല, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവാറില്ലേ. സോ അതൊക്കെ എന്താണ്? ടെക്നോളജിക്കൽ ബാരിയേഴ്സാണ്. ദെൻ നെക്സ്റ്റ് ബാരിയർ ആണ് ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്നത്. അതായത് ഒറ്റയടിക്ക് കുറേയധികം ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. സോ അതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയുക. ഈ എക്സാമിൻ്റെ തലേദിവസം നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും കൂടെ ഒറ്റയടിക്ക് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമ്മൾ മറന്നു പോകും, അല്ലെങ്കിൽ കുറേയൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വായിക്കില്ല, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. സോ അങ്ങനെ ഒരുപാടധികം ഇൻഫർമേഷൻ നമുക്ക് ഒറ്റയടിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ നമുക്ക് തലയിലുണ്ടാവില്ല, എല്ലാം കൂടെ നമുക്ക് എഫക്റ്റീവായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല, എല്ലാം കൂടെ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ വിത്തൗട്ട് എനി ബ്രേക്ക് ഞാൻ ഇരുന്ന് ക്ലാസ് എടുക്കുകയാണെന്ന് വിചാരിക്കും.
നിങ്ങൾ എണീറ്റ് ഓടുന്നത് എനിക്കറിയാം, എന്നാലും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കേൾക്കില്ല. നിങ്ങൾ കുറച്ചൊക്കെ കേൾക്കുമായിരിക്കും, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കില്ല, പിന്നെ നമ്മളിങ്ങനെ ഇരിക്കും, നിങ്ങൾ കണ്ണ് തുറന്നൊക്കെ ഉറങ്ങും. സോ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കില്ല. ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ കുറേ പറഞ്ഞുകൊണ്ടിരിക്കും എന്നല്ലാതെ, ഇടയ്ക്ക് വെള്ളം കുടിച്ചിട്ടാണെങ്കിലും കുറച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നല്ലാതെ അതൊരിക്കലും എഫക്റ്റീവായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നില്ല. സോ അതൊരിക്കലും എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവില്ല. സോ ഇങ്ങനെ ഇൻഫർമേഷൻ ഓവർലോഡും എന്ന് തന്നെയാണ്, ഒരു ബാരിയർ തന്നെയാണ്. സോ ഇത്രയധികം ബാരിയേഴ്സാണ് നമുക്ക് എന്തിൽ വരിക, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ വരിക. സോ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും പോയിന്റിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.